തലേ ദിവസം കുറച്ച് പൊറോട്ട കഴിച്ചു. വയറങ്ങനെ ഒരു ഡൈജഷൻ മര്യാദ നടന്നില്ല, വയറുവേദന. അങ്ങനെ ചെല്ലുന്ന ആരെടുത്താന്നറിയോ? ഡോക്ടർ ദേവന്റെ അടുത്താ വിചാരിക്കും. അപ്പൊ ഡോക്ടർ ദേവന്റെ തലയിൽ ആരാ? 12 ലക്ഷം. ഫ്രാൻസിസ് സാറ് ചെല്ലുന്നു, വയറൊക്കെ ഒന്ന് കൊട്ടി, വയറുവേദന. അപ്പോഴാണ് ഭാര്യ പറഞ്ഞ 12 ലക്ഷം. അപ്പോൾ ഒന്ന് കെടുക്കാൻ പറഞ്ഞു. കെടുന്ന് 2 കൊട്ട കൂട്ടി പരിശോധിച്ചിട്ട് മതി, ഒന്ന് എക്സ്റേ എടുത്തോളൂ. എക്സ്റേ എടുത്ത് തിരിച്ച് ഫ്രാൻസിസ് സാറ് വരുന്നു, നമുക്കൊരു CT സ്കാനിങ് ആയിക്കോട്ടെ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാ മെഷീനും കയറ്റി കുറച്ച് കാശ് അധികം. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഡോക്ടർ റിസൾട്ട് വന്നു. ഡോക്ടർ വിളിച്ചു, അതെ കൂടെ ആരെങ്കിലും ഉണ്ടാ? ഇല്ല. അല്ല, വൈഫ് പുറത്തിരിക്കുന്നു. ഒന്ന് വൈഫിനെ വിളിച്ച, ഫ്രണ്ട്സൊക്കെ ഒന്ന് പുറത്തിരുന്ന്. വൈഫ് വരുന്നു, ചോദിക്കാണ്, ഹസ്ബൻഡിൻ്റെ വയറിൽ ചെറിയ തരിപ്പ് കാണുന്നുണ്ട്. നമുക്കിത് ഒരാഴ്ചക്കുള്ളിൽ സർജറി ചെയ്താൽ വലിയ ബുദ്ധിമുട്ടിലാണ്ടത് തീരും. ഏകദേശം 2-3.5 ലക്ഷത്തോളം ചിലവ് വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ, ഒരു 2 ലക്ഷം തീർത്തരാം. ഭാര്യ എന്ത് പറയും? ഒറ്റ ഭർത്താവല്ലേ ഉള്ളൂ അല്ലേ, കിടക്കട്ടെ അല്ലേ, ഉള്ളതൊക്കെ വിറ്റുപെറുക്കി സർജറി ഇല്ലേ ഫ്രണ്ട്സ് ചേട്ടാ? കാരണം ഇന്ന് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളാണ് ഓരോരുത്തർക്കും വലുത്. അപ്പൊ എന്ത് ചെയ്യണം? അസുഖങ്ങൾ എങ്ങനെ വരാതെ നോക്കാം, ഹോസ്പിറ്റലിൽ എങ്ങനെ പോകാതെ നോക്കാം. കാരണം ഇന്ന് ഹോസ്പിറ്റലുകളെല്ലാം അത്തരത്തിൽ മാറിക്കഴിഞ്ഞു. യെസ് അല്ലേ? പേടിച്ച് പല ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. കിഡ്നി ഉണ്ടാവും, ലിവർ അറിയില്ല അല്ലേ? തിരിച്ചു വരുമ്പോൾ എന്തുള്ളത് നമുക്ക് സർജറിക്ക് നിന്നു, എന്തൊക്കെ പോയി നമുക്ക് അറിയില്ല, റൈറ്റ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോകാതിരിക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് എന്ത്? ദിവൻ. എന്തായിരുന്നു? നമുക്ക് പാർക്കാൻ ചന്ദ്രത്തൂപ്പ്. പ്രതി വർഷത്തില് 15 ദിവസം ഇവിടെ താമസിച്ചാൽ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകാതിരിക്കാം? ഇതാണ് ഏറ്റവും വലിയ ആശയമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം ഇതിന്റെ ടോപ്പ് സൈഡ് കംപ്ലീറ്റ് ഒറിജിനൽ ഗ്രാസ് വെച്ചിട്ടാണ് നിങ്ങൾ കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താ ഗുണം? ഇവിടെ പ്യുവർ ആയിട്ടുള്ള ഓക്സിജൻ ആഗിരണം ചെയ്തുകൊണ്ട് ഇതിന് ഇൻസൈഡ് ചെയ്തിരിക്കുന്നത് മഡ് പാക്കിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓക്സിജൻ പ്രദാനം ചെയ്യുന്നു. 2, ഇതിന്റെ അകത്ത് ഇൻബിൽറ്റ് സ്വിമ്മിംഗ് പൂൾ, നീന്തി കുളിക്കാം, ആരോഗ്യത്തിൽ ഇരിക്കാൻ പറ്റും. മാത്രമല്ല സ്വിമ്മിംഗ് പൂളുള്ള റൂമിൽ താമസിക്കുമ്പോൾ നല്ല ഉറക്കം നമുക്ക് ലഭിക്കുമ്പോൾ പല അസുഖങ്ങളും ഉറങ്ങാത്തതിന്റെ പേരിലല്ലേ അത് നമുക്ക് വരാതിരിക്കും. നെക്സ്റ്റ് ആണ് ഇതിലുള്ള 3000-ഓളം ചന്ദനമരങ്ങൾ. ഒരു ചന്ദനമരം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പല അസുഖങ്ങളും വരില്ല എന്നാണ് പണ്ടത്തെ കാരണന്മാർ പറയുന്നത്. പണ്ടത്തെ രാജാക്കന്മാരുടെ എല്ലാവരും രാജകൊട്ടാരത്തിനുള്ളിൽ ചന്ദനമരങ്ങൾ വെച്ചു പിടിപ്പിച്ചിരുന്നു. നിങ്ങളെ വീട്ടിലല്ല ഉണ്ടോ? ഇല്ല. എന്താ അല്ലെ? അപ്പൊ ഇവിടെ ഈ 3000 ചന്ദനമരങ്ങൾക്കിടയിൽ താമസിക്കുമ്പോൾ കിട്ടുന്ന എനർജി. ഓക്കെ, അതോടൊപ്പം തന്നെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇവിടെ വരുന്നവർ കഴിക്കാൻ ആവശ്യമുള്ള പച്ചക്കറി, ഫ്രൂട്ട്സ്, പല എല്ലാ സാധനങ്ങളും, മീൻ, ചിക്കൻ നമ്മൾ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കലാഭവൻ മണി മരിച്ചത് എങ്ങനെയാണ് അറിയില്ല. കലാഭവൻ മണി മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മീഥൈൽ ആൽക്കഹോൾ കൂടുതലായിരുന്നു. ഈ മീഥൈൽ ആൽക്കഹോൾ 2 തരത്തിൽ വരാം. ഒന്ന്, അദ്ദേഹം ലിക്കർ നല്ലോണം കുടിച്ചിരുന്നു തലേ ദിവസം. ഇതിലാരെങ്കിലും കൊണ്ട് അമിതമായിട്ട് ഇത് ഒഴിച്ചിട്ടുണ്ടാവും, അത് ശരീരത്തിൽ ചെന്നിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഓപ്ഷൻ 2, ഇദ്ദേഹം പച്ചക്കറി മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. ഇദ്ദേഹത്തിന് ലിവർ കംപ്ലൈന്റ് ആയിരുന്നു. പച്ചക്കറി അടിക്കുന്ന കീടനാശിനിയാണ് ഏത്? മീഥൈൽ ആൽക്കഹോൾ. ഇത് പുറത്തേക്ക് പോകാതെ ലിവറിന് കംപ്ലൈന്റ് ആയാലും അതും കുമിഞ്ഞു കൂടിയിട്ടും മരണം സംഭവിക്കാം. അപ്പോൾ ചോദ്യം, നമ്മൾ കഴിക്കുന്ന